Hi friends, welcome to Codereka. നമ്മളപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിക് കീവേഡ് ആണ്. സ്റ്റാറ്റിക് കീവേഡ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് കീവേഡിന്റെ ഇൻട്രോഡക്ടറി വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാറ്റിക് കീവേഡ് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് വേരിയബിൾസിന്റെ കൂടെ യൂസ് ചെയ്യാം, മെത്തേഡ്സിന്റെ കൂടെ യൂസ് ചെയ്യാം, ബ്ലോക്കിന്റെ കൂടെ യൂസ് ചെയ്യാം, ഇന്നർ ക്ലാസിന്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ വേരിയബിൾസിന്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വേരിയബിൾസിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് മെത്തേഡിന്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറയാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ സ്റ്റാറ്റിക് എന്താണെന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അതായത് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റാറ്റിക് വേരിയബിളിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ആ ക്ലാസ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മെത്തേഡും നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ്ട. നമുക്ക് നോർമൽ മെത്തേഡിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം അതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കും, ഡോട്ട് മെത്തേഡ് നെയിം എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ കേസിൽ അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം എന്ന് വിളിച്ചാൽ മതി. നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേഷന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ എപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു 20 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും അതിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത്രയും മെമ്മറി അലോക്കേഷൻ നടക്കുന്നില്ല. നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം അല്ലെങ്കിൽ ക്ലാസ് നെയിം ഡോട്ട് വേരിയബിൾ നെയിം എന്ന് ജസ്റ്റ് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ മെമ്മറി ഒന്നും അലോക്കേറ്റ് ആവുന്നില്ല. അപ്പൊ മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. അതാണ് സ്റ്റാറ്റിക്കിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നമുക്കിപ്പോ സ്റ്റാറ്റിക് മെത്തേഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ സ്റ്റാറ്റിക് ഡെമോ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു മെയിൻ മെത്തേഡ് ഉണ്ട്. നമ്മൾ നോർമൽ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അപ്പൊ ഞാൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു നോർമൽ മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ സിസ് ഔട്ടിന്റെ അകത്ത് ഡിസ്പ്ലേ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ മെയിനകത്ത് വന്നിട്ട് നമ്മൾ സാധാരണ ഈ മെത്തേഡിനെ വിളിക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ആ ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് എന്ന് വിളിക്കണം. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലേ നമുക്ക് ആ മെത്തേഡ് നോർമൽ മെത്തേഡ്സിന്റെ രീതിയിൽ, അതായത് നോൺ സ്റ്റാറ്റിക് മെത്തേഡ്സിന്റെ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ എന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് കമന്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഒബ്ജക്റ്റ് ഡോട്ടിന് പകരം എന്റെ ക്ലാസ് നെയിം ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ റൺ കൊടുക്കുമ്പോൾ ഡിസ്പ്ലേ വന്നത് കണ്ടോ. കാരണം എന്താണ്, ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡാണ്, നോൺ സ്റ്റാറ്റിക് മെത്തേഡ് അല്ല, ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം എന്ന് വിളിച്ചാൽ മതി. മനസ്സിലായല്ലോ. ഇനി ഇപ്പൊ സ്റ്റാറ്റിക് ചെയ്യുന്നത് കൊണ്ടുള്ള യൂസേജ് ഞാൻ പറഞ്ഞല്ലോ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നില്ല, അതുകൊണ്ട് അവിടെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് മെമ്മറി മാനേജ്മെന്റ് അവിടെ എഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം, എന്റെ ഈ സ്റ്റാറ്റിക് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് എന്റെ മെയിൻ മെത്തേഡ് അല്ലെ. അതേ ക്ലാസ്സിൽ തന്നെയാണ് എന്റെ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡിസ്പ്ലേ മെത്തേഡ്. ഇത് സെയിം ക്ലാസ്സിൽ തന്നെയാണ്, നമ്മുടെ മെയിൻ കിടക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റിക് മെത്തേഡും കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്ലാസ് നെയിം ഡോട്ട് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മെത്തേഡ് നെയിം മാത്രം വിളിച്ചാൽ മതി. അപ്പൊ ഇതിപ്പോ റൺ ചെയ്ത് നോക്കുമ്പോൾ ഇൻ ഡിസ്പ്ലേ എന്ന് വന്നു. മനസ്സിലായല്ലോ. അതായത് നമ്മുടെ മെയിൻ കിടക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റിക് മെത്തേഡും പ്രിസൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് നെയിം ഡോട്ട് എന്ന് വിളിക്കേണ്ട, ജസ്റ്റ് മെത്തേഡ് നെയിം വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ കിട്ടും. ഇനിയിപ്പോ എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്, ക്ലാസ് ടെസ്റ്റ്. ഇതിന്റെ പുറത്താണ് ഈ ക്ലാസ്. അതായത് സ്റ്റാറ്റിക് ഡെമോ എന്ന് പറയുന്നത് വേറൊരു ക്ലാസ് ആണ്. സ്റ്റാറ്റിക് ഡെമോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലൈൻ നമ്പർ 15 അതിന്റെ സ്കോപ്പ് ക്ലോസ് ആയി. ഞാനിപ്പോ വേറൊരു ഇൻഡിപെൻഡന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ടെസ്റ്റ്. ഓക്കെ, ഈ ടെസ്റ്റിന്റെ അകത്ത് ഞാൻ ഒരു മെത്തേഡ് കൊടുക്കുകയാണ്, പ്രിന്റ് പറഞ്ഞൊരു മെത്തേഡ് കൊടുക്കുകയാണ്. എന്നിട്ട് സിസ് ഔട്ടില് ഇൻ പ്രിന്റ്. ഓക്കെ, അപ്പൊ ഇത് ഒരു നോൺ സ്റ്റാറ്റിക് മെത്തേഡാണ് അല്ലെ. നോൺ സ്റ്റാറ്റിക് മെത്തേഡിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഡോട്ട് പ്രിന്റ് എന്ന് വിളിക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് ഈ ടെസ്റ്റിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ടെസ്റ്റ് ടി ഈക്വൽ ടു ന്യൂ ടെസ്റ്റ്. ടെസ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ടി ഡോട്ട് പ്രിന്റ് എന്ന് വിളിച്ചു. അപ്പൊ ഇനി ഇത് റൺ ചെയ്യുമ്പോൾ
ഇൻ ഡിസ്പ്ലേയും വന്നു, ഇൻ പ്രിന്റും വന്നു. കാരണം എന്താണ്, ആദ്യം മെയിനിൽ വന്നിട്ട് ഡിസ്പ്ലേ വിളിക്കും. അപ്പൊ അത് ഇവിടെ പോയിട്ട് ഈ ഡിസ്പ്ലേ പ്രിന്റ് ആവും. അത് കഴിയുമ്പോൾ അത് ടെസ്റ്റിന്റെ ഒബ്ജക്റ്റിനെ കാണും. അത് ഡോട്ട് പ്രിന്റ് വിളിക്കുമ്പോൾ ഈ പ്രിന്റ് എന്ന് പറയുന്നത് പ്രിന്റ് ആവും. ഓക്കെ, ഇനിയിപ്പോ ഈ ടെസ്റ്റിന്റെ അകത്തെ പ്രിന്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആണെന്ന് വിചാരിക്കുക. ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ആവുന്നു. അത് പക്ഷെ ഏത് കേസിലാണ്, നമ്മുടെ മെയിൻ മെത്തേഡ് കിടക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് ആ മെത്തേഡെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ മെത്തേഡ് നെയിം വിളിച്ചാൽ മതി അല്ലേ. ഇതിപ്പോ വേറൊരു ക്ലാസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ പ്രിന്റിനെ കൊണ്ടുവന്ന് അവിടെ ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇത് ഞാൻ കളയാണ്. പ്രിന്റ് എന്ന് വിളിക്കുമ്പോ എറർ വന്നു. ഇങ്ങനെ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ക്ലാസ് അല്ലേ, അപ്പൊ ഏത് ക്ലാസ്സിലെ പ്രിന്റ് മെത്തേഡ് ആണെന്ന് പറയണം. അപ്പോൾ ഈ ക്ലാസ് നെയിം ഡോട്ട് പ്രിന്റ് എന്ന് വിളിക്കണം. മനസ്സിലായല്ലോ. ഇനി ഇതിപ്പോ ഇത് സേവ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ വന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കിടക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റിക് മെത്തേഡ് എങ്കിൽ ജസ്റ്റ് മെത്തേഡിനെയും വിളിച്ചാൽ മതി. ഇനി വേറെ ക്ലാസ്സിൽ ഏതെങ്കിലും മെത്തേഡിനെയാണ് വിളിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് നെയിം ഡോട്ട് അതൊന്ന് പറയണം. ഓക്കെ, ഇപ്പൊ ഇവിടെ വേറെ മെത്തേഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പോ വേറൊരു മെത്തേഡ് ഞാൻ കൊടുക്കുകയാണ്, ഡിസ്പ്ലേ 1. ഓക്കെ, ഡിസ്പ്ലേ 1 എന്ന് കൊടുത്തു. അപ്പൊ ഇതും ഈ മെത്തേഡിൽ തന്നെയാണ് അല്ലെ, സോറി ഇതും ഈ ക്ലാസ്സിൽ തന്നെയാണ്. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ഡിസ്പ്ലേ 1 എന്ന് വിളിച്ചാൽ മതി. കാരണം എന്താണ്, എന്റെ മെയിൻ കിടക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് ഈ അടുത്ത മെത്തേഡും. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു 100 മെത്തേഡ് ഉണ്ടെങ്കിലും ഇത് മെയിൻ കിടക്കുന്ന ക്ലാസ്സിൽ ഇപ്പൊ നമുക്കൊരു 100 സ്റ്റാറ്റിക് മെത്തേഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെത്തേഡിനെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ മെത്തേഡ് കോൾ വെച്ചിട്ട് വിളിക്കാം. ക്ലാസ് നെയിം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ. അതേസമയം വേറെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ആ ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്റ്റാറ്റിക്കിനെ കുറിച്ച് ഉള്ള സ്റ്റാറ്റിക് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള ജനറൽ കാര്യങ്ങൾ. ഇനി ഇതിന്റെ കുറച്ച് റൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അത് ചിലപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് മെത്തേഡ് ബിലോങ്സ് ടു ക്ലാസ് നോട്ട് ടു ദ ഒബ്ജക്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലല്ല ബിലോങ് ചെയ്യുന്നത്, ക്ലാസ്സിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് ക്ലാസ് ഡോട്ട് മെത്തേഡ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എ സ്റ്റാറ്റിക് മെത്തേഡ് ക്യാൻ ബി ആക്സസ് ഡയറക്ട്ലി ബൈ ക്ലാസ് നെയിം ആൻഡ് ഡസ് നോട്ട് നീഡ് ആൻ ഒബ്ജക്ട്. അത് ഈ മേളത്തെ പോയിന്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്തേ ഉള്ളൂ. അതായത് നമുക്ക് ക്ലാസ് നെയിം ഡോട്ട് ഒബ്ജക്ട് നെയിം എന്ന് വിളിച്ചാൽ മതി, നമുക്ക് ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എ സ്റ്റാറ്റിക് മെത്തേഡ് ക്യാൻ ആക്സസ് ഓൺലി സ്റ്റാറ്റിക് ഡേറ്റ, ഇറ്റ് കനോട്ട് ആക്സസ് നോൺ സ്റ്റാറ്റിക് ഡേറ്റ. ഓക്കെ, അതായത് ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് സ്റ്റാറ്റിക് ഡേറ്റ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നോൺ സ്റ്റാറ്റിക്, അതായത് ഇൻസ്റ്റൻസ് ഡേറ്റ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഒന്നും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതൊരു നോൺ സ്റ്റാറ്റിക് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ എന്താ ഇപ്പോ ഇതെല്ലാം കളയാണ്. ഇത് നമുക്ക് കളയാം. എന്നിട്ട് ജസ്റ്റ് കളയാം. ഇവിടെ ഈ സ്റ്റാറ്റിക് ഡെമോ എന്ന് പറഞ്ഞ ക്ലാസിന്റെ അകത്ത് എനിക്കൊരു വേരിയബിൾ ഉണ്ട്, ഇൻഡ് i = 30 എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊരു നോൺ സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. സ്റ്റാറ്റിക് വേരിയബിൾ ആണെങ്കിൽ നമ്മളിവിടെ സ്റ്റാറ്റിക് കീവേഡ് കൊടുക്കണം അല്ലെ. ഇവിടെ ഞാനൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്, void display. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ ഒരു സ്റ്റാറ്റിക് മെത്തേഡാണ്. ഡിസ്പ്ലേ സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് സിസ് ഔട്ടിന്റെ അകത്ത് നമുക്ക് ഈ ഐയുടെ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഐ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, നമുക്കിപ്പോ ഈ ഡിസ്പ്ലേ മെത്തേഡിനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ക്ലാസ് തന്നെ ആയതുകൊണ്ട് ജസ്റ്റ് ഡിസ്പ്ലേ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എന്താണ്, ഈ ഡിസ്പ്ലേയിൽ പോയിട്ട് ഈ ഐ പ്രിന്റ് ആവണം, അതാണ് എക്സ്പെക്ടേഷൻ. പക്ഷെ ഇവിടെ കണ്ടോ എറർ വരുന്നത്, ഐ പ്രിന്റ് ആവില്ല. ചേഞ്ച് ഐ ടു സ്റ്റാറ്റിക്. അതായത് നമുക്കിപ്പോ ഒരു സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറയുമ്പം അതിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡേറ്റ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്റെ ഈ ഐ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ ഐ എറർ പോയി. അപ്പൊ നമ്മളിപ്പോ ഇത് റൺ ചെയ്യുമ്പോൾ 30 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇതിപ്പോ സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാറ്റിക് മെത്തേഡിന് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതിപ്പോ സ്റ്റാറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എറർ വരും. ഓക്കെ, ഇനിയിപ്പോ ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡ് അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഐയുടെ എറർ ഒന്നും വന്നില്ല. ഇവിടെ ഈ ഡിസ്പ്ലേയിൽ എറർ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഡിസ്പ്ലേ എന്ന് വിളിക്കണം. അപ്പൊ ഇത് പ്രിന്റ് ആയിക്കോളും. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ht ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ht.display എറർ പോയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ 30 ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊരു
നോൺ സ്റ്റാറ്റിക് മെത്തേഡാണ്, ഇതൊരു നോൺ സ്റ്റാറ്റിക് വേരിയബിളും ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ കേസ് സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും എറർ വരും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റാറ്റിക് മെത്തേഡിന് ഒരു സ്റ്റാറ്റിക് ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി a static method can call only other static methods and cannot call non-static method. ഒരു സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്നുകൊണ്ട് നമുക്ക് വേറെ സ്റ്റാറ്റിക് മെത്തേഡുകളെ കോൾ ചെയ്യാം, പക്ഷെ ഒരു നോൺ സ്റ്റാറ്റിക് മെത്തേഡിനെ കോൾ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു മെത്തേഡിൽ നിന്ന് വേറെ മെത്തേഡിനെ കോൾ ചെയ്യുമല്ലോ. അപ്പൊ ആ മെത്തേഡ് ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ആണെങ്കിൽ അതിന് വേറെ സ്റ്റാറ്റിക് മെത്തേഡുകളെ കോൾ ചെയ്യാം, പക്ഷെ നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള മെത്തേഡുകളെ കോൾ ചെയ്യാൻ പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് മെത്തേഡാണ്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഞാൻ വേറെ ഒരു മെത്തേഡ് കൊടുക്കുകയാണ്, void show. ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡ് ഒന്നുമല്ല. എന്നിട്ട് ഇവിടെ ഷോ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്റെ മെയിനിൽ നിന്ന് ഞാൻ ഈ ഡിസ്പ്ലേ മെത്തേഡിനെ വിളിക്കുകയാണ്. ഇനി ഈ ഡിസ്പ്ലേ മെത്തേഡിന്റെ അകത്തുനിന്ന് എനിക്ക് ഷോയെ വിളിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഷോയെ കോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാല് എറർ വരും. ഓക്കെ, കാരണം എന്താണ്, ഈ സ്റ്റാറ്റിക്കിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു നോൺ സ്റ്റാറ്റിക് മെത്തേഡിനെ കോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് അടുത്ത റൂള്. മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഷോയെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷോ എന്ന് പറഞ്ഞ മെത്തേഡും സ്റ്റാറ്റിക് ആയിരിക്കണം. അപ്പൊ എറർ മാറിയത് കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്ന് ഒരു സ്റ്റാറ്റിക്കിനെ കോൾ ചെയ്യാൻ പറ്റും, പക്ഷെ നോൺ സ്റ്റാറ്റിക്കിനെ കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിപ്പോ റൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും, മെയിനിൽ വന്നിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കും. അപ്പൊ ഡിസ്പ്ലേ ഫംഗ്ഷനകത്ത് വരുമ്പോൾ എന്താണ്, ഷോ കോളാകുമ്പോൾ എന്താണ്, ഇൻ ഷോ ആദ്യം പ്രിന്റ് ആവും, അതിനുശേഷം ഈ ഐയുടെ വാല്യൂ പ്രിന്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇത് റൺ ചെയ്യുമ്പോൾ ഇൻ ഷോ പ്രിന്റ് ആയി, അത് കഴിഞ്ഞ് ഐയുടെ വാല്യൂ 30 പ്രിന്റ് ആയി. അതേസമയത്ത് ഇതൊരു നോൺ സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറ്റില്ല, അത് എറർ വരും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, അതായത് ഈ സ്റ്റാറ്റിക് മെത്തേഡ് കനോട്ട് റെഫർ ടു ദിസ് ഓർ സൂപ്പർ കീവേഡ് ഇൻ എനി വേ. അതായത് നമുക്ക് സ്റ്റാറ്റിക് മെത്തേഡിന്റെ അകത്ത് നമുക്ക് ദിസ് കീവേഡോ സൂപ്പർ കീവേഡോ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ നോർമൽ മെത്തേഡ്സിനകത്ത് നിന്നൊക്കെ നമ്മൾ വേരിയബിളിനെ ആക്സസ് ചെയ്യുമ്പോൾ ഇപ്പൊ ദിസ് ഡോട്ട് വേരിയബിൾ നെയിം അങ്ങനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് മെത്തേഡിനെ വിളിക്കാൻ സൂപ്പർ കീവേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിന്റെ അകത്ത് ദിസോ സൂപ്പറോ ഒന്നും ഒരു സ്റ്റാറ്റിക് മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഐക്ക് പകരം ദിസ് ഡോട്ട് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എററാണ്. കനോട്ട് യൂസ് ദിസ് ഇൻ എ സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ്. മനസ്സിലായല്ലോ. ഇത്രയാണ് സ്റ്റാറ്റിക് മെത്തേഡിന്റെ ജനറൽ ആയിട്ടുള്ള റൂൾസ്. അതായത് അത് ക്ലാസ്സിലാണ് ബിലോങ് ചെയ്യുന്നത്, ഒബ്ജക്റ്റിലല്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ക്ലാസ് നെയിം ഡോട്ട് ആ മെത്തേഡ് നെയിം എന്ന് വിളിക്കാം. ഇനി അത് ഒരേ ക്ലാസ്സിൽ തന്നെയാണെങ്കിൽ, മെയിൻ റിസൈഡ് ചെയ്യുന്ന ക്ലാസ്സിൽ തന്നെയാണ് ആ സ്റ്റാറ്റിക് മെത്തേഡെങ്കിൽ നമ്മൾ ക്ലാസ് നെയിം എന്ന് കൊടുക്കേണ്ട, ജസ്റ്റ് മെത്തേഡ് നെയിം എന്ന് വിളിച്ചാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റാറ്റിക് മെത്തേഡിന് സ്റ്റാറ്റിക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും, നോൺ സ്റ്റാറ്റിക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാറ്റിക് മെത്തേഡിൽ നിന്നുകൊണ്ട് വേറൊരു സ്റ്റാറ്റിക് മെത്തേഡിനെ വിളിക്കാം, പക്ഷെ നോൺ സ്റ്റാറ്റിക്കിനെ വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സൂപ്പർ ഇങ്ങനത്തെ കീവേഡ്സ് ഒന്നും നമുക്ക് സ്റ്റാറ്റിക് കീവേഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെയിൻ ആയിട്ട് ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഈ എക്സാമിനൊക്കെ 1 or 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.